കരുവന്നൂരടക്കം ക്രമക്കേട് കണ്ടെത്തിയത് 12 സഹകരണ ബാങ്കുകളിൽ. പേരുകൾ ഹൈക്കോടതിയിൽ അറിയിച്ച് ഇ ഡി. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ CPM-ന് വൻ ചോദ്യങ്ങൾ. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് ക്രമക്കേട് കണ്ടെത്തിയ 12 സഹകരണ ബാങ്കുകളുടെ പേരുവിവരങ്ങൾ ഇ ഡി ഹൈക്കോടതി അറിയിച്ചു. അയ്യന്തോൾ, മാരായമുട്ടം, കണ്ടല, ചാത്തന്നൂർ, മൈലപ്ര, മാവേലിക്കര, തുമ്പൂർ, നടക്കൽ, കോന്നി റീജിയണൽ, BSNL, എഞ്ചിനീയേഴ്സ് സഹകരണ ബാങ്ക്, മൂന്നിലവ സഹകരണ ബാങ്കുകളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് പുറമെ ക്രമക്കേട് കണ്ടെത്തി കേസുകൾ രജിസ്റ്റർ ചെയ്ത ബാങ്കുകളാണിവ. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്ന് ഇ ഡി പറയുകയാണ്. പലരുടെയും മൊഴികളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് പുറത്തുവന്നു. മുൻപ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുള്ളവർക്കടക്കം സമൻസ് അയക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും ഇ ഡി പറയുകയാണ്. ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷം സഹകരണ ബാങ്ക് തട്ടിപ്പ് കേരളത്തിൽ സജീവ ചർച്ചയാകുമ്പോൾ, പ്രത്യേകിച്ചും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റവും വലിയ ചോദ്യമായി മാറുന്നത് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് കേസുകളും ഇ ഡി അന്വേഷണവും കേന്ദ്ര ഇടപെടലും ഒക്കെ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇതിനിടെ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഒരാൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായിരുന്നു. തൃശൂർ സ്വദേശിയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കി. ഇയാളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കോടതി നേരത്തെ സമൻസ് അയച്ചിരുന്നു. ഹാജരാകാത്തതിനെ തുടർന്ന് വാറണ്ടായി. ഇതേ തുടർന്നാണ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. വൻതുക ലോൺ എടുത്ത കരുവന്നൂർ ബാങ്കിനെ കബളിപ്പിച്ചുവെന്നും ബാങ്കിൽ ഈ രീതിയിൽ 18 കോടി തട്ടിയെടുത്തുമെന്നാണ് ഇയാൾക്കെതിരായ ആരോപണം. കേസിലെ 55 പ്രതികളുടെ കുറ്റപത്രമാണ് ആദ്യഘട്ടം സമർപ്പിച്ചത്. ഇതിൽ 11-ാം പ്രതിയാണ് ഇപ്പോൾ പിടിയിലായ വ്യക്തി.